അപ്പോൾ കുരുമുളകിൻ്റെ ഇന്നലെയൊക്കെ വളരെ പരിതാപകമായിരുന്നെങ്കിലും കൂടിയും കുറഞ്ഞൊക്കെ ആയിരുന്നു കുറച്ച് കാലമൊക്കെ നമ്മളെ കുരുമുളകൊക്കെ ഉണ്ടായിരുന്നത്. എന്നാൽ കുരുമുളകിൻ്റെ ഇന്നത്തെ അവസ്ഥ നല്ല രീതിയിലൊക്കെ നിലവാരം പുലർത്തി നല്ലൊരു വിലയിലൊക്കെ കുറയാത്ത രീതിയിൽ കൂടി കൊണ്ട് നിൽക്കുന്നൊരവസ്ഥയാണ്. അപ്പോൾ ഇതുപോലെ തന്നെ നിലവാരം പുലർത്തി കുരുമുളകൊക്കെ ഇതിൻ്റെ വില നിലവാരമൊക്കെ നല്ല രീതിയിൽ പുലർത്തി നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ കുരുമുളക് കൊണ്ട് ലാഭം തന്നെയാണ്. ഇടവിള മാത്രമാക്കേണ്ട, നല്ല രീതിയിൽ നമ്മൾ ചെയ്ത രീതിയിലുള്ള പൈപ്പിലൊക്കെ ഒന്ന് വെച്ച് കൊടുത്താലും വലിയ കുഴപ്പമില്ലാതെ കുരുമുളകൊക്കെ നന്നായി കിട്ടും. ഇതിപ്പോൾ ഇതിൽ തിരിയൊന്നും ഇല്ലാത്തത് ഇവിടെ മരക്കുടിലായിരുന്നു, നന്നായിട്ട് മരം ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ വെട്ടി ഇനി അടുത്ത പ്രാവശ്യം നമ്മളിതിൻ്റെ കുരുമുളകൊക്കെ നമുക്ക് കാണാം, നല്ല രീതിയിൽ തന്നെ കുരുമുളക് ഉണ്ടാവും. അപ്പോൾ മരക്കുടിലായതുകൊണ്ട് കുറച്ച് പരിതാപം തന്നെയായിരുന്നു. കുരുമുളകിൻ്റെ ഇപ്രാവശ്യത്തെ കൊഴിയലൊക്കെ കഴിഞ്ഞ് എല്ലാം നെട്ടി പിടിച്ച് നല്ല രീതിയിലൊക്കെ വളർന്നിട്ടുണ്ട്. അപ്പോൾ കൊഴിയാനുള്ളതൊക്കെ എത്രയോ കൊഴിഞ്ഞു പോയി. അപ്പോൾ അതിൻ്റെ ബാക്കിയാണ് നമ്മളിവിടെ കാണിക്കുന്നത്. അപ്പോൾ ഇതൊന്നും അല്ലായിരുന്നു, കണ്ണിക്ക് ഈ 2 തോക്ക എന്നുള്ള രീതിയിലൊക്കെ ആയിരുന്നു നല്ല കുരുമുളക് ഉണ്ടായിരുന്നു. പക്ഷേ ഈ മഴയൊക്കെ ആകുമ്പോൾ കുറേയൊക്കെ കൊഴിഞ്ഞു പോകും, അതിൻ്റെ ബാക്കിയൊക്കെ നമുക്ക് കിട്ടുള്ളൂ. അപ്പോൾ ഇനി ഇതിൽ നിന്നും കൊഴിയാനൊന്നും സാധ്യതയില്ല. നല്ല രീതിയിൽ തന്നെ കണ്ണിയൊക്കെ ഉറച്ച സമയമാണിപ്പോൾ. ഇപ്പോൾ ഒരു മാസം കൂടി കഴിഞ്ഞാൽ കുരുമുളക് പഴുത്ത് നുള്ളേണ്ട സമയമായി. എന്നാലും ഇടക്ക് തലക്കൊക്കെ നമ്മൾ കുരുമുളക് ഇങ്ങനെ പഴുത്ത് നിൽക്കുന്നുണ്ട്. അത് നമ്മളെപ്പോഴും പൊട്ടിക്കുന്നതാണ് നല്ലത്, അല്ലെങ്കിൽ അതൊക്കെ കൊഴിഞ്ഞു പോകും. പിന്നെ നമ്മൾ കയറുതലൊക്കെ പൈപ്പിലൊക്കെ ഫിറ്റ് ചെയ്തിട്ട് 2-3 ആഴ്ചയായി. വളരെ ചെറുതായിരുന്നു നമ്മൾ വെച്ചത്. അപ്പോൾ അതൊന്ന് നമ്മൾ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്താം. അപ്പോൾ നമ്മൾ വെച്ചത് മാത്രം കാണിച്ചാൽ പോരല്ലോ, അതിൻ്റെ അപ്ഡേഷനൊക്കെ ഒന്ന് കാണിച്ചെങ്കിലാണ് നിങ്ങൾ കൃഷിയൊക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾക്കും അതൊരു ഉപകാരപ്പെടുക. അപ്പോൾ അതിനെക്കുറിച്ച് പറയാനും അതിൻ്റെ വളർച്ചയൊക്കെ കാണിക്കാനും വേണ്ടിയാണ് നമ്മൾ ഇന്ന് വീഡിയോയുമായിട്ട് വന്നിട്ടുള്ളത്. കഷ്ടിച്ച് 2-3 ആഴ്ചയായിട്ടുള്ളൂ നമ്മളിത് വെച്ചിട്ട്. നമ്മളെ വീഡിയോ ഉണ്ട്, വീഡിയോ നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും. തൈകളൊക്കെ വളർന്ന് ഇതിൽ കുരുമുളകൊക്കെ പിടിക്കാൻ തുടങ്ങി. കണ്ടില്ല, അതൊക്കെ കുരുമുളകായി വരികയാണ്. കണ്ണി കുത്തി ഇങ്ങനെ കയറി പോകുന്നു. കണ്ടോ, മഴയാണെങ്കിൽ ഇതിലും നല്ല രീതിയിൽ കയറിപ്പോകും. ഒരു നിരയായിട്ടാണ് നമ്മൾ ആ കാലിനോട് ചേറിയാണ് ഇങ്ങനെ ഉണ്ടാക്കിയിട്ടുള്ളത്. പിന്നെ ഇതൊക്കെ കൊറിയർ അയക്കാൻ പറ്റുന്ന കയറുതലയാണ്, വളരെ ചെറിയ കയറുതല വെച്ചാണ്. അപ്പോൾ വളർന്ന് ഇതുപോലെയൊക്കെ ആയി. കണ്ടോ, നല്ല രീതിയിൽ വളർന്നു. ഇതാ വീണ്ടും കണ്ണി കുത്തി നല്ല സ്റ്റൈലിലൊക്കെ വളർന്നു. ഒരു വർഷത്തിൻ്റെ ഉള്ളിൽ ഇത് നന്നായിട്ട് വളരുന്നത് നമുക്ക് കാണാം. കണ്ടില്ല, ഇതൊക്കെ ഇവിടെ നിന്നൊക്കെ പുതിയ കണ്ണികളൊക്കെ കുത്തി വരുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ അതിൻ്റെ നല്ല രീതിയിൽ വളർന്നു കഴിഞ്ഞാൽ കാണാൻ തന്നെ ഒരു പ്രത്യേക സ്റ്റൈലായിരിക്കും. ഇവിടെ ഒരു 3 പൈപ്പും കൂടി ഉണ്ടായിരുന്നു, ഒക്കെ വളരെ ചെറുതായിരുന്നു, നല്ല രീതിയിലൊക്കെ വന്നിട്ടുണ്ട്. പിന്നെ എല്ലായിടത്തും കായം പിടിച്ചിട്ടുണ്ട്, കണ്ടില്ലേ. കുരുമുളകിൻ്റെ ഇന്നലെ പോലെയല്ല ഇന്ന്. ഇന്നലെ വളരെ തളർന്നതാണെങ്കിലും ഇന്ന് കുരുമുളക് വില കൂടിക്കൊണ്ടിരിക്കുന്ന സമയമാണ്. അപ്പോൾ നമ്മളെ കയ്യിൽ കുരുമുളകിൻ്റെ കുറ്റിക്കുരുമുളക്, കയറുതല, സാധാ കുരുമുളക് എല്ലാം ഉണ്ട്. അപ്പോൾ ആവശ്യക്കാർക്കൊക്കെ ബന്ധപ്പെടാം. നല്ല ഇനം കുരുമുളകാണ്. നന്നായിട്ട് നോക്കി വളർത്തിയാൽ നല്ല രീതിയിൽ വിളവ് തരും. ഇതിപ്പോൾ മുറ്റത്തായതുകൊണ്ട് കൂടുതൽ വളപ്രയോഗമൊന്നും നടത്താൻ പറ്റില്ല. അപ്പോൾ നിങ്ങൾക്കറിയാം, മെറ്റലും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് വളപ്രയോഗം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഇതിന് കുറച്ച് ചാണകപ്പൊടി ഇട്ട് കൊടുക്കണം എന്നല്ലാതെ വേറൊന്നുമില്ല. അപ്പോൾ അതൊന്നും കൂടുതൽ ചെയ്യാൻ പറ്റില്ല. ആയതുകൊണ്ടാണ് ഇത്രയും, അല്ലെങ്കിൽ നല്ല രീതിയിലൊക്കെ ഉണ്ടാവും. അപ്പോൾ ഇനി നാളെ നമ്മൾ കയറുതല മറ്റൊരു രീതിയിൽ ഉണ്ടാക്കുന്നതാണ് വീഡിയോയുമായിട്ട് വരുന്നുള്ളത്. അപ്പോൾ നാളത്തെ വീഡിയോ മറക്കാതെ കാണുക, നിങ്ങൾക്ക് ഉപകാരപ്പെടും. മറ്റൊരു രീതിയിലുള്ള കയറുതല വേര് പിടിപ്പിക്കലാണ് നമ്മൾ നാളെ നിങ്ങൾക്ക് കാണിക്കുന്നത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ പൂർണ്ണമാക്കുന്നു. എല്ലാവരും വീഡിയോ ഒക്കെ കണ്ട് നമ്മളെ സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ. ഓക്കെ, ബൈ ബൈ.